കൂളായിട്ട് പറയും. ഈ മോന്തയും കൊണ്ടാ കൂളായിട്ടാ? എടാ ഈ മോന്തയിലും ലുക്കിലൊന്നുമല്ല കാര്യം, ബുദ്ധി അതിലാണ് എല്ലാം കിടക്കുന്നത്. നീ ഇന്ന് കണ്ടോ എന്റെ ഈ പ്രകടനത്തിൽ അവള് മൂക്കും കുത്തി താഴ്ത്തു വീഴും, ഇല്ലെങ്കിൽ ഞാൻ വീഴ്ത്തിക്കും. ഉറപ്പായിട്ടും. ശരി. I love you. ഇമാതിരി പരിപാടിയും കൊണ്ട് വന്ന നിന്റെ മറ്റേ കാരണം കൂടെ ഞാൻ അടിച്ചു പൊട്ടിക്കും. അവന്റെ ഒരു നില്ല പുല്ല്. അവള് വരുവോടെ? വരുവടാ, വന്നാ മതിയായിരുന്നു. ഇപ്പൊ പറയാൻ പോലെ എന്നെക്കാട്ടി ടെൻഷൻ നിനക്കാണല്ലോടാ. നിനക്കാണ് ടെൻഷൻ, നിന്നെ സെറ്റാക്കണം. വരുന്നുണ്ട്, കാര്യങ്ങളൊന്നും കുളമാക്കരുത്, അടിപൊളിയായിട്ട്. ഹലോ, എന്തൊക്കെയുണ്ട്? മുഖത്തെ താടി അച്ഛൻ വെട്ടാൻ പറഞ്ഞിട്ടേ അമ്മ താടി വെട്ടം, ഞാൻ താടി വെട്ടിയതാ, മുടി വെട്ടിയതാ. അതിൻ്റെ ആക്ച്വലി ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ കുറേ നാളായിട്ട് ഫ്രണ്ട്സ് ആണല്ലോ, അപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരേ കോളേജിൽ പഠിക്കണു. ചില കാര്യങ്ങൾ നമുക്ക് മുഖത്ത് നോക്കി പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ എനിക്കിപ്പോൾ കുറേ നാളായിട്ട് ഞാനിങ്ങനെ മനസ്സിൽ കൊണ്ട് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ നാളുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് കുട്ടിയുടെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു അവസരത്തിൽ അത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ കൈ വിട്ട് പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഐ റിയലി ലവ് യു. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഇപ്പോൾ ഒന്നും ഇങ്ങോട്ട് പറയണ്ട. ഇപ്പോൾ പറഞ്ഞ് എൻ്റെ കംപ്ലീറ്റ് കൈ വിട്ടു. അതുകൊണ്ട് ഒരു കാര്യം പറയണം, എനിക്ക് ഇഷ്ടമാണ്. വേറെ ആർക്കും കയറി വാക്ക് കൊടുത്തുകളായിരുന്നു, പ്ലീസ്. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്താ പറയാ? നീ പെട്ടെന്നൊന്നും പറയണ്ട. ഞാൻ 2 വർഷം കഴിഞ്ഞിട്ട് നിന്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനോട് ചോദിക്കാം. അപ്പം നീ പറഞ്ഞാൽ നീ പോ. ഒന്നും ആയല്ല, വാ നമുക്കൊരു ചായ കുടിക്കാം. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലെ. അയ്യോ അമ്മേ, എനിക്കൊരു കാര്യം പറയുന്നുണ്ട്. ഇരിക്കൂ. എത്ര നേരം അറിയോ ഇരിക്കുന്നു? എൻ്റെ എന്താ പറഞ്ഞ കാര്യം? അത് ശരിയാത് എന്താ ഇഷ്ടത്? ഓണ പറയല്ല അമ്മ, സത്യം പറഞ്ഞത്. ഇഷ്ടമല്ല നിനക്ക്? പേടിച്ചില്ല അമ്മ? എന്താ പേടിച്ചേ? ഇഷ്ടതാ ഞാൻ പറയുന്ന. പേടിച്ചില്ല? അമ്മ ഒന്ന് കണ്ണടച്ചമ്മ. കണ്ണടക്കമ്മ, 2 കണ്ണല്ലോ അടക്ക്. ഞാൻ സമ്മാനം വന്നിട്ടുണ്ട്. അടക്കമ്മ. ഇനി കണ്ണറന്നു ഏട്ടാ, മൂർച്ചയുള്ള കത്തിയാ. എന്നെ ഇഷ്ടമുള്ള നാട്ടിട്ടുണ്ടെങ്കിലല്ല പള്ളക്ക് ഞാൻ കയറ്റും. പിന്നെ റോട്ടിയൊക്കെ വന്ന് ചോരയൊക്കെ വന്ന് സീനായി.
ഇഷ്ടല്ലേ? ഐ ലവ് യു. മനസ്സിലായില്ലേ? കത്തി പിടിച്ചേ, വീട്ടിൽ കൊണ്ടുപോയിക്കോ, ഇങ്ങനെയൊക്കെ മുറിക്കാമല്ലോ. ഇതങ്ങനെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഈ കത്തിയൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു. അപ്പം ഹാപ്പി എൻഡിങ് ആയില്ലേ? ഇതൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നു കുട്ടിക്ക്.